വെൽക്കം ബാക്ക് ടു പെട്രോഹെഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയതായിട്ട് രജിസ്ട്രേഷൻ പ്രൊജക്റ്റ് വന്നേക്കുന്ന ഒരു വണ്ടിയാണ് ടാറ്റ സിയറ. ഇത് ഒരു 2003 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്റ്റ് ഉണ്ട്. കുറേ കാലമായിട്ട് വണ്ടി ഓടിക്കാൻ വെച്ചേക്കായിരുന്നു. നമ്മൾ ഫ്ലാറ്റ് ബെഡ് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയതാണ്. ഇപ്പോൾ വണ്ടി റണ്ണിങ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇതുകൊണ്ട് റെസ്റ്റ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള റെസ്റ്റുകളുണ്ട്. ഇതാണ് ഡോറിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പൊട്ടിച്ച് എടുക്കാൻ പറ്റുന്ന പോലെയാണ് ഡോറിൻ്റെയൊക്കെ അവസ്ഥ വരുന്നത്. ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്റ്റ് ഫോം ആയിട്ടുണ്ട്. റണ്ണിങ് ബോർഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം വിനൈൽ മാറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹോൾസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ പോസ്റ്റുകൾ ഇതൊക്കെ എല്ലാം മേജർ സ്ഥലത്താണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ വർക്ക് നമ്മൾ ഒരു വിത്തിൻ 5 months നമ്മളിത് മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഗ്ലാസ് ഫ്രെയിമൊക്കെ ഇതൊക്കെ അഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. മോൾ ഭാഗത്തേക്ക് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹോളാണ്. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ളൊരു ഹോളുണ്ട് അവിടെ. ഇതിൽ വലിയ രീതിയിൽ പാച്ച് വർക്ക് ഇല്ലാത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ഗ്ലാസ് ഏരിയയാണ്. ഇതൊരു സിയറ ടർബോ മോഡലാണ്. അത് ടർബോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡീഫോഗർ വരും ബാക്കിൽ. അതുപോലെ തന്നെ ഇതിന് ഡുവൽ വൈപ്പർ സെറ്റപ്പാണ് വരുന്നത്. ബാക്കിൽ 2 വൈപ്പർ ഉണ്ട് ഗ്ലാസ്സിന്. ഈ ഡോറിൽ മാത്രമാണ് നമുക്കൊരു റസ്റ്റ് അധികം ഫോം ആവാതെ കിട്ടിയിട്ടുള്ളൂ ഈ ഡോറ്. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള റസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്ന പോലെയാണ് റസ്റ്റ് ഫോം ആയിരിക്കുന്നത്. റൂഫിൽ വലിയ ഹോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിലും ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, കണ്ടോ എല്ലാം ഈ ഗ്ലാസിൻ്റെയൊക്കെ ഫ്രെയിമിൻ്റെ ഇരിക്കുന്ന തന്നെ ലേശം ഷേപ്പ് ഔട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഗ്ലാസ്സൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് കുറച്ച് ഭാഗം മേൾ ഭാഗം ഇരിക്കുന്നത്. ബാക്കിയൊക്കെ കറക്റ്റാണ്. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെയും വലിയ ഹോൾസാണ് ഇവിടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഫ്രെയിം. ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവുള്ളൂ. കാരണം ഇതിൻ്റെ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ എസ്റ്റേറ്റിൻ്റെ ആയിട്ട് സെയിമാണ്. എസ്റ്റേറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, സിയറയുടെ കൂടെ തന്നെ വന്നൊരു വണ്ടിയാണ് എസ്റ്റേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 207 പിക്കപ്പ്, അതുപോലെ ടാറ്റ മൊബൈൽ, ടെൽക്കോ ലൈന്, ഇതൊക്കെ ആയിട്ട് മാച്ച് ആവും ഈ ഡോറ്. അതുപോലെ തന്നെ ഗ്ലാസ് ബീഡിങ്, ഗ്ലാസ് സാധനങ്ങളൊക്കെ സിയറയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഈ തലപ്പൊക്കം കൂടുതലുള്ളതുകൊണ്ട് സിയറയുടെ ഗ്ലാസ്, മെയിൻ ഗ്ലാസ് ആയിക്കോട്ടെ സൈഡ് ഗ്ലാസ് ആയിക്കോട്ടെ, ഇതൊക്കെ സിയറയുടെ മാത്രമാണ് നമുക്ക് സൂട്ടാവുള്ളൂ. അത് കിട്ടാനും കുറച്ച് റയറാണ്. ഇത്രയും ഭാഗം ഡോറിൻ്റെ സെയിം ആയിട്ട് വരും. പക്ഷേ ഈ ഗ്ലാസ് ഏരിയ വന്നിട്ട് സിയറയ്ക്ക് ഇത്തിരി പൊക്കം കൂടും. നമുക്ക് ഉള്ളിക്കറിയില്ല ഇതിന് മഴ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെക്കാനിക്കൽ വർക്ക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് വൊബിൾ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും നമുക്കിവിടെ കോയമ്പത്തൂരൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് തന്നെ ഈ വണ്ടിയിലെ ഏറ്റവും വലിയ, ഇത്രയും വർക്ക് ഉണ്ടെങ്കിൽ കൂടി ഈ വണ്ടിക്കൊരു കാണുമ്പോൾ ഒരു ലുക്ക് വന്നത് അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ബാക്കി ഒരുവിധം സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. കാരണം സാധാരണ ടർബോ സിയറ ആണെങ്കിൽ കൂടെ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വേറെ ആക്കിയിട്ടുണ്ടാകും. മീൻസ് കട്ട് ചെയ്ത് വേറെ ഹെഡ്ലൈറ്റ്, വേറെ ബ്രേക്ക് ലൈറ്റ് ഇതാക്കിയിട്ടുണ്ടാകും. പിന്നെ ഏറ്റവും വലിയ സിയറയിൽ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം പരിപാടിയാണ് ഇവിടുന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ 2 കഷ്ണമാക്കും വണ്ടി. ഇവിടെ ഒരു ഡോറ്, ഓപ്പൺ ഡോറ്, അതാണ് ഈ സിയറയുടെ ഏറ്റവും വലിയൊരു പാഴ് പരിപാടി. അത് പണ്ടതൊരു ലുക്കായിരുന്നു, ഓക്കെ. പക്ഷേ ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര വൃത്തിയുടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ചെയ്താലും അതുകൊണ്ട് ക്ലിയർ ആകത്തില്ല. അതുപോലെ വാട്ടർ ലീക്കിങ്ങും പരിപാടി. ഇതിപ്പോൾ ഈ ഹോൾസിലൂടെ അല്ലാണ്ട് വേറെ ഇതിലേ കൂടെയും വണ്ടിക്കൊരു റെസ്റ്റായിട്ട് വന്ന ഹോളിൽ കൂടെ അല്ലാണ്ട് വേറെ ഇതിലേയും വണ്ടിക്ക് വാട്ടർ ലീക്കിങ്ങോ ആരൊന്നുമില്ല. അതല്ല ഇതിൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ സിയറ ഇങ്ങനെ തന്നെ നിൽക്കണം. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന മിറേഴ്സ്, ഇതൊക്കെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ടാറ്റ സുമോയുടെ സൈഡ് മിററാണ് ഇതിന് വരുന്നത്. ഫുൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെയൊക്കെ പാർട്സ് സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഫോൾട്ടാണ് ആ വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടിയുടെ. അതും ഫുൾ രജിസ്ട്രേഷൻ ഉള്ളതാണ്. ഇപ്പോൾ അവിടെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാലും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ടർബോ സിയറയുടെ തന്നെയാണ് ടെയിൽ ലാമ്പ് വരുന്നത് 2. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ഒരു പീസ്, ഇങ്ങനെ സകലമായ ഐറ്റംസും ഇതിനകത്തുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ എന്തായാലും സിയറ ഇഷ്ടപ്പെടുന്നവരാണ് ഈ വീഡിയോ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവരൊന്ന് പറയണം, നിങ്ങൾക്ക് OG സിയറയാണോ ഇഷ്ടം അതോ ന്യൂ മോഡൽ സിയറയാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. കാണുന്ന ഈ ഫ്രണ്ട് ഗ്രില്ല് കണ്ടോ, ഈ കാണുന്ന ഈ ഫ്രണ്ട് ഗ്രില്ല് ഇതിൻ്റെ ഫാക്ടറി ഗ്രില്ല് തന്നെയാണ്. അതിൽ പക്ഷേ ടാറ്റയുടെ ന്യൂ മോഡൽ എംബ്ലമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2003 മോഡലാണ്, അതുകൊണ്ടാണ് ആ ഒരു എംബ്ലം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന
ഹെഡ്ലൈറ്റ് കണ്ടോ, ഈ കാണുന്നത് ഫൈബറാണ്. ആക്ച്വലി ഞാൻ എല്ലാ വണ്ടിയിലും കണ്ടിരിക്കുന്നത് ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഇതിനകത്ത് വെച്ചതാണോ എന്നുള്ളത് നമുക്ക് അഴിച്ചു നോക്കിയതിന് ശേഷമാണ് അത് മനസ്സിലാവുള്ളൂ. കാരണം വേറെ എവിടെ അതിനകത്ത് പേരുകളൊന്നുമില്ല. ബാക്കിയുള്ളതിലൊക്കെ ലുമാക്സ് എന്നുള്ളതൊക്കെ എഴുതി വെക്കാറുണ്ട്. എനിക്കിത് ആഫ്റ്റർ മാർക്കറ്റ് ആണോ അതോ ഇനി എക്സ്പോർട്ട് ടൈമിൽ വന്ന വണ്ടി ആയതുകൊണ്ട് ആ വണ്ടികൾക്ക് ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ ബൾബ് പാടില്ല എന്നുള്ള റീസൺ ഉള്ളതുകൊണ്ടാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇതിൻ്റെ ഫുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അണ്ടർ ദ ഫുഡ് ഇറ്റ്സ് ഡീസൽ 4 സിലിണ്ടർ ടർബോ. നമ്മുടെ സഫാരി TCIC സഫാരിക്ക് വന്നിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 90 HP ടർബോ ഡീസലാണിത്. വയറിങ്സ് കണ്ടില്ലേ, കംപ്ലീറ്റ് മെസ്സാണ് വയറിങ്സ്. നോക്കി, ഇതിലേക്ക് ഒരു 2 വീട് പണിയാനുള്ള വയറിങ് അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം എടുത്തു കളഞ്ഞിട്ട് എങ്ങനെയാണോ ഈ വണ്ടി ഫാക്ടറി വരുമ്പോൾ ഉള്ള വയറിങ്സ് അതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ഈ കാണുന്ന പരിപാടികളൊന്നും കമ്പനി വരുമ്പോൾ ഉണ്ടാവില്ല. ഈ കാണുന്ന ഒറ്റ വയറാണ് ഇതിനകത്ത് പോകുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. കാരണം എൻ്റെ വണ്ടി നമ്മുടെ എസ്റ്റേറ്റിലൊക്കെ സിംഗിൾ വയേഴ്സാണ്, 2 വയറേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. എല്ലാം ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ റിലേ ആൻഡ് ഫ്യൂസ് ബോക്സ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സെറ്റാക്കാണ്ട്. അപ്പോൾ ഇത് ആരുടെയൊക്കെയോ കലാപരിപാടികളാണ്. അതല്ലേ, അഡീഷണൽ ഫ്യൂസ് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ റിലേ ആണ്. ഹെഡ്ലൈറ്റിന് എന്തായാലും നമുക്ക് റിലേ കൊടുക്കേണ്ടി വരും. ബാക്കി അങ്ങനെ കുറേ ഇതൊക്കെ ഹോണിൻ്റെയൊക്കെയാണ്. അങ്ങനെ കുറേ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനിലേക്ക് നമുക്ക് വലിയ വർക്ക് വരുന്നില്ല. വണ്ടി പമ്പ് പണിയുണ്ട്, ഫ്യൂവൽ പമ്പ് പണിയാനുണ്ട് വണ്ടിയുടെ. പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കാണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഒരു ഭംഗി തോന്നില്ല, ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെയാണ്. ഇതൊരു ഇൻ്റർകൂളർ ഉള്ള എഞ്ചിനാണ്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർകൂളർ പ്ലേസ് ചെയ്തേക്കുന്ന ലൊക്കേഷൻ. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടർബോ ഒക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഒറിജിനലാണ്. ഇതാണ് അന്നത്തെ നമ്മുടെ ഒരു ഡാമ്പിങ്, സ്പോഞ്ച് ഡാമ്പിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അത് ഫുഡിൻ്റെ അടിയിൽ വരുന്നതാണ്. ആ ഒരു ചൂട് പുറത്തേക്ക് വരാതിരിക്കാനും സൗണ്ട് കേൾക്കാതിരിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെയർ പാർട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് പറയാനും വളരെ ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ പല സ്ഥലത്ത് ഇതിൻ്റെ സ്പെയർ ഒക്കെ അവൈലബിലിറ്റി ഉണ്ടാകും, നമുക്കറിയാത്ത സ്ഥലത്ത്. ഇത്രയും പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിന് പാർട്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബോഡി പാർട്സ് ശകലം നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും അറിയുമെങ്കിൽ ഒന്നല്ലേ നമുക്ക് കമൻറ്റിലൊന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഞാനിതിൻ്റെ എക്സോസ് നോട്ടും അതുപോലെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ ഒറിജിനൽ കീ ആണ്. പക്ഷേ കീയുടെ നമ്പർ ഉണ്ടോ, 1000. ഒറിജിനൽ കീ ആണ്. പക്ഷേ കീ ഇത് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീക്കും കംപ്ലൈൻ്റ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയ വകയില്ല, എന്നാലും കിട്ടി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് രജിസ്ട്രേഷൻ്റെ പ്രൊജക്ട്സാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഈ വണ്ടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൊയോട്ടയുടെ ഒരു മാർക്ക് 2 നമ്മുടെ അടുത്ത് ഫുൾ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ആ വണ്ടിയുടെ പാർട്സിൻ്റെ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും അടുത്ത വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.